പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഒരിക്കൽ കൂടെ ബി എ ഗുഡ് പാരന്റ് എന്ന വിഷയവുമായി ദൈവവചന ധ്യാനത്തിന് മുമ്പിൽ കടന്നു വരികയാണ്. ടാമി പ്രൈസ് സെന്റർ നിങ്ങളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്, ടെൽ മീ ഹൂ ഈസ് യുവർ ഫ്രണ്ട്, ഐ വിൽ ടെൽ യു ഹൂ യു ആർ. നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് എന്നോട് പറ, നീ ആരാണെന്ന് ഞാൻ പറയാം. അപ്പൊ എങ്ങനെയാണ് ഒരു കുഞ്ഞ് തൻ്റെ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ആ കുഞ്ഞിനെ അഭ്യസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മാതാവേ, പിതാവേ, അത് നമ്മുടേതാണ്. അവരത് പഠിക്കുന്നത് നമ്മളിൽ നിന്നാവണം. എൻ്റെ പപ്പയുടെ ഫ്രണ്ട്സിനെ നോക്കിക്കേ, എൻ്റെ മമ്മിയുടെ ഫ്രണ്ട്സിനെ നോക്കിക്കേ. ഇല്ല, എന്നെ എൻ്റെ അപ്പ ഉപദേശിച്ചത് ഇതാണ്, എൻ്റെ അമ്മ ഉപദേശിച്ചത് ഇതാണ്. ഇത് അവർ തിരിച്ചറിഞ്ഞ് അവരുടെ ലൈഫിൽ ഫ്രണ്ട്ഷിപ്പിനെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ജീവിത സ്വഭാവത്തെ ഭയങ്കരമായി സ്വാധീനിക്കുന്ന ഒന്നാണ് എന്നത് നാം തിരിച്ചറിയണം. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യേശു കർത്താവ് തന്നെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ തലമുറകളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. വേദനയോടെ പറയട്ടെ, വിശ്വാസ ജീവിത അനുഭവത്തിനകത്ത് വളർന്നു വന്ന തലമുറകൾക്ക് പലർക്കും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എത്ര വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവം നോക്കി. മാതാവേ, പിതാവേ, നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എൻ്റെ വാക്ക് പറഞ്ഞാൽ അവർ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് കേട്ടും കണ്ടും അവർ പ്രാർത്ഥന പഠിക്കട്ടെ. ആരാധന അവർ പഠിക്കണം. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം. നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ഇത് ഒരു മാതാവ്, ഒരു പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ആരാധനയേക്കാൾ പ്രാധാന്യം കുടുംബ ബന്ധങ്ങൾക്ക് കൊടുക്കുക, ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുക. എൻ്റെ പൊന്നു മാതാവേ, പിതാവേ, നാം തിരിച്ചറിയണം, ആരാധന ഉപേക്ഷിപ്പാൻ, ആരാധനയെ ഉദാസീനതയോടെ കാണാൻ, ദൈവിക ആരാധനയെ നാം വില കുറച്ച് കാണാൻ ഒരു കാരണവശാലും തലമുറകളെ നാം പ്രോത്സാഹിപ്പിക്കരുത്, അവരെ നാം പഠിപ്പിക്കരുത്. എങ്ങനെ ആരാധിക്കണം എന്നത് നാം അവരെ പഠിപ്പിക്കണം. സഭാരാധനയുടെ പ്രാധാന്യം, ഉത്തരവാദിത്വം, അതിൻ്റെ മഹത്വം നാം അവരെ പഠിപ്പിക്കണം. അതേപോലെ ദൈവസഭയെ സ്നേഹിക്കാൻ അവരെ പഠിപ്പിക്കണം. സഭയുടെ ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, സഭയുടെ ഭൗതിക കാര്യങ്ങളിലും നെടുന്തൂണുകളായി നിൽപ്പാൻ തലമുറകളെ നാം പഠിപ്പിക്കണം. ദൈവരാജ്യത്തിന് കൊടുക്കുന്ന വിഷയം, ശരീരമായിക്കോട്ടെ, മനസ്സായിക്കോട്ടെ, സമയമായിക്കോട്ടെ, അവരുടെ കഴിവുകളായിക്കോട്ടെ, അവർക്ക് ലഭിക്കുന്ന പണമായിക്കോട്ടെ, ദൈവരാജ്യത്തിന് കൊടുക്കാൻ നാം അവരെ അഭ്യസിപ്പിക്കണം. വൈകല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവുകൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതിനെ വലുതാക്കി നാം അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് അവർ കുറവുള്ളവരായി, വൈകല്യമുള്ളവരായി, അവരുടെ മനസ്സിനെ അത് കൂടുതൽ അഫക്റ്റ് ചെയ്യത്തക്കവണ്ണം അവരെ നാം ആ ഒരു നിലയിൽ കാണാതെ, അവരുടെ വൈകല്യങ്ങളെ നാം വിലമതിക്കാത്തവരായി മാറുക. ഇങ്ങനെ നാം നമ്മുടെ തലമുറകളെ അഭ്യസിപ്പിക്കുന്നു എങ്കിൽ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ നമ്മളിങ്ങനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറാതെ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായിട്ട് അവിടുന്ന് മാറും. അതുകൊണ്ട് മാതാപിതാക്കളെ, നമുക്ക് നമ്മുടെ തലമുറകളെ നല്ലത് പഠിപ്പിക്കാം, നല്ല ചിന്തകൾ പഠിപ്പിക്കാം, നല്ല പ്രാർത്ഥന പഠിപ്പിക്കാം, നല്ല ആരാധന പഠിപ്പിക്കാം, നല്ല ദൈവവചന ധ്യാനം പഠിപ്പിക്കാം. സഭയെക്കുറിച്ച്, സഭയുടെ ശുശ്രൂഷകളെക്കുറിച്ച്, സഭയുടെ ക്രമീകരണങ്ങളെക്കുറിച്ച് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ദൈവവും ദൈവസഭയും ദൈവരാജ്യവും എന്ന ചിന്തയോടെ ഒരു തലമുറ നമ്മിൽ എഴുന്നേൽക്കട്ടെ. May God bless you.